ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ സച്ചിക്ക് ആ ഒരു വണ്ടി മേടിച്ചു കൊടുക്കണം. ഏത് വണ്ടി? പഴയ നമ്മുടെ സച്ചിയുടെ സ്വന്തം വണ്ടി. ആ ഒരു ഇന്നോവ കാർ മേടിച്ചു കൊടുക്കാതെ ഇനി രവീന്ദ്രന് സമാധാനമില്ല. കാരണം അത് നമ്മുടെ രേവതിയുടെയും കൂടെ പ്രശ്നമാണ്. അപ്പം രേവതിയുടെ പ്രശ്നം വേറൊന്നുമല്ല, നമ്മുടെ സച്ചിനെ അപമാനിച്ചു എന്നുള്ളതാണ് രേവതിയുടെ പ്രശ്നം. സച്ചി രേവതിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവര് നല്ല രീതിയിൽ ജീവിക്കണം, നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നമ്മുടെ സച്ചിക്ക് ആ പഴയ വണ്ടി കിട്ടിയേ തീരൂ. തന്റെ മകൻ ഒരിക്കലും ഒരു വണ്ടി കഴുകാൻ പോകുന്ന, വെറും ജോലിക്കാരനായിട്ട് വണ്ടി കഴുകാനും തുടയ്ക്കാനും മാത്രം പോകുന്നത് കാണാന് രവീന്ദ്രന് പറ്റുന്ന കാര്യമല്ല. അതുപോലെ നമ്മുടെ സച്ചി താഴെത്തട്ടിൽ നിൽക്കുന്നതൊന്നും ഇഷ്ടമല്ല. നമ്മുടെ സച്ചി എപ്പോഴും എല്ലായിടത്തും ഉയർന്നു നിൽക്കുന്നത് തന്നെയാണ് രവീന്ദ്രൻ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ രവീന്ദ്രൻ ആ ഒരു തീരുമാനം എടുത്തതല്ലേ. അപ്പം നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് ആ രവീന്ദ്രൻ നമ്മുടെ സച്ചിയുടെ പഴയ വണ്ടി മേടിച്ച ആ ഒരു ആളുടെ അടുത്ത് ചെല്ലുകയാണ്. മഹേഷിനെയും കൂട്ടിയാണ് ചെല്ലുന്നത്. അങ്ങനെ മഹേഷിനെയും കൂട്ടി ചെന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ അയാളോട് ചോദിക്കുന്നത് വേറൊന്നുമല്ല, ഈ വണ്ടി കൊടുക്കുവോ, ഈ വണ്ടി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം, അയ്യോ അതെന്താ അങ്ങനെ ചോദിച്ചത്, ഞാൻ ഈ വണ്ടി മേടിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല, അതിനു മുമ്പ് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കളിയാക്കിയതൊന്നുമല്ല, താങ്കൾ ഈ വണ്ടി സച്ചിയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണല്ലോ. എന്റെ മോൻ ഒരു അബദ്ധം പറ്റി ഈ വണ്ടി വിറ്റതാ, അറിയാലോ. എനിക്ക് അത്രയ്ക്ക് അസുഖമായിട്ട് കിടന്നപ്പോ, സീരിയസ് ആയിട്ട് കിടന്നപ്പം അവന്റെ കയ്യില് നയാ പൈസ എടുക്കാനില്ലായിരുന്നു. ആ ഒരു സമയത്താണ് എന്റെ മകൻ ഈ വണ്ടി താങ്കൾക്ക് തന്നത്. ഇപ്പൊ എന്റെ മകൻ ഒരു ജോലി ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പം ഈ വണ്ടി കിട്ടുകയാണെങ്കിൽ അവന് ഒരുപാട് സന്തോഷമാകും. എന്റെ സന്തോഷം എന്ന് പറഞ്ഞാല് എന്റെ മകന്റെ സന്തോഷമാ. അപ്പൊ അതുകൊണ്ട് ഈ വണ്ടി എനിക്ക് തിരിച്ചു തരുമോ, ഞാൻ ആ പൈസ തന്നേക്കാം എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അയാള് പറഞ്ഞു, അത് പിന്നെ എങ്ങനെ ഞാൻ ഈ വണ്ടി തരുന്നത്? ഈ വണ്ടി മേടിച്ചത് 4 ലക്ഷത്തിനാണ്. ഇനിയിപ്പൊ 4 ലക്ഷം രൂപ തന്നെ ഇത് തിരിച്ചു തരാനൊന്നും പറ്റില്ല. കാരണം ഇനിയിപ്പോ ഒരു 5 ലക്ഷം രൂപയെങ്കിലും തരണം, എനിക്ക് എന്തെങ്കിലും ഒരു ലാഭം വേണ്ടേ സാറേ എന്ന് ചോദിച്ചപ്പം, അതെന്താ നിങ്ങൾ 4 ലക്ഷം രൂപയ്ക്ക് മേടിച്ചിട്ട് ഒരാഴ്ച ആയതല്ലേ ഉള്ളൂ എന്നിങ്ങനെ മഹേഷ് ചോദിച്ചു. അപ്പം പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ഇതിപ്പോ എന്റെ വണ്ടിയാണ്, അപ്പൊ ഞാൻ ഈ വണ്ടിക്ക് ഒരു വിലയിടും. അതൊക്കെ പോട്ടെ, സച്ചിയുടെ അച്ഛനല്ലേ ഈ വന്ന് നിൽക്കുന്നത്, അപ്പൊ അതുകൊണ്ട് വേണ്ട, ഒരു 4.5 ലക്ഷം രൂപ തരാം, വണ്ടി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ സമ്മതിച്ചു. ഓക്കെ, ഞാൻ ഒരു 50,000 രൂപയും കൂടെ കൂടുതൽ തന്നാ മതിയല്ലോ, സാരമില്ല, എന്റെ മകന്റെ സന്തോഷം തന്നെ എനിക്ക് വലുത്. എനിക്ക് അവന് ഇതുപോലെ അലഞ്ഞു നടക്കുന്നത് കാണാൻ പറ്റില്ല മഹേഷേ. അതുകൊണ്ട് നഷ്ടമാണെങ്കിലും എനിക്ക് ഈ വണ്ടി കിട്ടിയേ തീരൂ. ഞാൻ നാളെ പൈസയായിട്ട് വരും, നിങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചേക്കണം എന്ന് പറഞ്ഞപ്പം, തയ്യാറാക്കാൻ വേറെ ഒന്നുമില്ല, ഇതിപ്പോഴും സച്ചിയുടെ പേരിൽ തന്നെയാണ് കിടക്കുന്നത്, അത് മാറ്റി തിരുത്തിയൊന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വേറൊരു പ്രശ്നമൊന്നുമില്ല, എനിക്ക് തരുന്നതും കൊണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാന് സത്യം പറഞ്ഞ ഒരു ബിസിനസ്സുകാരനൊക്കെ തന്നെയാണ്, എനിക്കും ലാഭം കിട്ടുന്നതാണല്ലോ ഇഷ്ടം. അപ്പം പിന്നെ ഒരു 50,000 രൂപ ലാഭം കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല. ഈ വണ്ടി ആരുടെ കയ്യിലിരുന്നാലും കുഴപ്പമില്ല, പൈസ 50,000 എങ്കിൽ 50,000 കൂടുതൽ രൂപ എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, ഓക്കെ, പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പം വീട്ടിലേക്ക് ചെന്നു. അപ്പൊ ഇനിയിപ്പോ ഈ 4.5 ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ രവീന്ദ്രനെ പെട്ടെന്ന് എടുത്ത് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് രവീന്ദ്രൻ എന്ത് ചെയ്തു? രവീന്ദ്രൻ ചന്ദ്രയോട് ചോദിക്കുകയാണ്, എടി ചന്ദ്രേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്താ രവിയേട്ടാന്ന് ചോദിച്ചു. അപ്പൊ രാത്രി ഇങ്ങനെ കിടക്കാൻ നേരത്താണ് നമ്മുടെ രവീന്ദ്രൻ പറയുന്നത്, സച്ചിക്ക് വണ്ടിയില്ല, അത് നിനക്കറിയാലോ. ഈ കുടുംബം ഇത്രയും അധികം നന്നായിട്ട് ജീവിക്കുന്നത് സച്ചി കാരണമാണ്. അവൻ കാരണമാണല്ലോ നമ്മൾ ഇത്രയും നാളും ഉണ്ടു ഉറങ്ങിയൊക്കെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവന് വണ്ടി ഇല്ലാത്തത് കൊണ്ട് അവനിപ്പോ ഒരു വണ്ടി എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞപ്പോ, ഓഹോ, തുടങ്ങിയല്ലോ നിങ്ങൾക്ക്, നിങ്ങൾ എന്താ മനുഷ്യ കാണിക്കുന്നത്? ഇനിയിപ്പൊ അവനൊരു വണ്ടി എടുത്ത് കൊടുക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഉള്ളതൊക്കെ ഞാനും വിറ്റ് വിറക്കിയ, അതുപോലെ സച്ചിയുടെ വണ്ടിയും വിറ്റിട്ടാ നിങ്ങളെ നേരെ ചൊവ്വ ചികിത്സിച്ച് ഇവിടെ നിർത്തിയത്. ഇനിയിപ്പം അവന് ആ ഒരു വണ്ടി മേടിച്ചു കൊടുക്കാനൊക്കെ പാങ്ങുണ്ടോ നിങ്ങൾക്ക് എന്നുള്ള രീതി പറഞ്ഞപ്പം, അതേ ചന്ദ്രേ, ഇവിടെ ഏതായാലും നമ്മുടെ പ്രമാണം ഇരിപ്പുണ്ടല്ലോ എന്ന് ചോദിച്ചു. പ്രമാണത്തിൽ തൊട്ട് കളിക്കാനോ? ഏയ്, അതൊന്നും പറ്റത്തൊന്നുമില്ല. ഓഹോ, അപ്പൊ പ്രമാണത്തിൽ നിനക്ക് തൊട്ട് കളിക്കാം, എന്നോടൊന്നും ചോദിക്കാതെ നിനക്കത് എടുത്തോണ്ട് പോയി ആർക്കെങ്കിലും കൊടുക്കാം, കൈമാറാം, അതിനൊന്നും കുഴപ്പമില്ല, അത് വിൽക്കാം, പൈസ മേടിക്കാം. ഇപ്പൊ ഞാൻ നിന്നോട് ചോദിച്ചിട്ടാ പ്രമാണം എടുത്തോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനുവാദം ചോദിച്ചിട്ടാ ഞാനിപ്പം
അതെടുത്തോണ്ട് പോയി പണയം വെക്കുകയോ വിൽക്കാനോ ഒക്കെ പോകുന്നത്. അപ്പം നീ വേണ്ട എന്ന് പറയുന്നത് ശരിയാണോ ചന്ദ്ര എന്ന് ചോദിച്ചപ്പം അത് പിന്നെ അത് എല്ലാവർക്കും കൂടെ ഉപകാരപ്പെടണമല്ലോ. ഇതിപ്പോ ഇവര് മാത്രം ഉപകാരപ്പെട്ടാല് എന്റെ പൊന്നു ചന്ദ്രേ, ഈ വണ്ടി പണയം വെച്ച് സോറി, ഈ വീട് പണയം വെച്ച് അവന്റെ വണ്ടി എടുത്താലും അവൻ അത് ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചെടുത്ത് തരുന്ന എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? പിന്നെ നിനക്ക് എന്താ പ്രശ്നം? അതുകൊണ്ട് ഞാൻ എന്റെ ന്യായത്തിന് നിന്നോടൊന്ന് ചോദിച്ചു. നിന്നോട് ചോദിക്കാതെ ചെയ്യുന്ന ശരിയല്ല. കാരണം ഈ വീട്ടിലെ ഗ്രഹനാഥയും ഒക്കെ നമ്മൾ രണ്ടുപേരുമാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും പരസ്പരം അറിഞ്ഞു വേണം ഇതൊക്കെ ചെയ്യാന്. എന്തൊക്കെയാണെങ്കിലും ഞാൻ സമ്മതിക്കില്ല രവിയേട്ടാ, ഒരിക്കലും ഞാനിത് സമ്മതിക്കില്ല. അവനെ കുറച്ചുനാൾ വണ്ടി പോയി അങ്ങ് കഴുകട്ടെ. അവൻ വണ്ടി പോയി കഴിയാലും അവന് പൈസയല്ലേ കിട്ടുന്നത്. എന്റെ പൊന്നു ചന്ദ്രേ, നീ ഉണ്ടല്ലോ മക്കളെ എല്ലാം വേർതിരിച്ച് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിന് നീ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. എങ്കിൽ പിന്നെ നിങ്ങളിപ്പം അവന്റെ വണ്ടി പോയോണ്ടല്ലേ അവന്റെ വണ്ടി മേടിച്ചു കൊടുക്കുന്നത്. അപ്പൊ എന്റെ സ്വർണങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയല്ലേ പണയം വെച്ചത്. ഇപ്പം സ്വർണവും ഇതിൽ കൂട്ടണോ? അല്ല, നിനക്ക് നിന്റെ സ്വർണം വേണോ? ഞാൻ നിനക്ക് സ്വർണം എടുത്ത് തരണോ? എനിക്ക് സ്വർണം വേണം. അവന് വണ്ടി എടുത്തു കൊടുക്കാമെങ്കിൽ പിന്നെ പ്രമാണം പണയം വെക്കുമ്പോ എനിക്ക് സ്വർണം എടുത്തു തന്നൂടെ? എങ്കിൽ പിന്നെ നിനക്ക് സ്വർണം എടുത്തു തരാം. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കാണിക്ക് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ നമ്മുടെ ചന്ദ്ര. കാരണം ചന്ദ്രയ്ക്ക് സ്വർണം കിട്ടും. സ്വർണം കിട്ടുന്നത് കൈക്കോ ഇല്ലല്ലോ. കാരണം പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് സ്വർണം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് കിട്ടിയ അവസരം ചന്ദ്ര മാക്സിമം മുതലെടുക്കാണ്. ഏതായാലും ഈ ഒരു പ്രമാണമൊക്കെ പണയം വെച്ച് വണ്ടി മേടിക്കാൻ വേണ്ടി നേരെ പോവുകയാണ്. അപ്പൊ മഹേഷിനോട് പ്രത്യേകിച്ച് പറയുകയാണ്, ഞാൻ ഈ വണ്ടി മേടിച്ചെന്നോ ഒന്നും നീ ആരോടും പറയരുത്, ആരോടും പറയാൻ പാടില്ല. നമുക്കിത് സർപ്രൈസ് ആയിട്ട് വേണം എനിക്ക് ഇതെന്റെ മോന് കൊണ്ട് കൊടുക്കാന്. ഇത് കണ്ടിട്ട് അവന് ഒരുപാട് സന്തോഷമാകണം, സർപ്രൈസ് ആയിട്ട് തന്നെ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ മഹേഷ് പറഞ്ഞില്ല, ഞാൻ പറയില്ല. എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യണം, രാവിലെ തന്നെ നീ വണ്ടി വീട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിടണം. വണ്ടി ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് അവനെ രാവിലെ വിളിച്ച് നമുക്ക് വീട്ടിലുള്ളവരെ എല്ലാം കാണിക്കാന്ന് പറഞ്ഞപ്പോ ഓക്കെ സാറേ ഏറ്റു, അതിനിപ്പോ എന്താ, ഞാൻ രാവിലെ വണ്ടി കൊണ്ടുവരാന്ന് പറഞ്ഞു. അങ്ങനെ അയാളുടെ കയ്യിൽ നിന്ന് വണ്ടി മേടിച്ചിട്ട് നമ്മുടെ മഹേഷിന്റെ കയ്യിൽ വണ്ടി കൊടുത്തു വിട്ടിട്ട് രവീന്ദ്രൻ വീട്ടിലും വന്നു. അപ്പൊ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ സച്ചിക്കാണ് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, ജോലി ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട്, സച്ചേട്ട വേറെ എവിടെയെങ്കിലും ഞാൻ പോയി ജോലി അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാന്ന് പറയുമ്പം വേണ്ട, നീ അന്വേഷിച്ചതൊക്കെ മതിയായി, ഇനി നീ കൂടുതൽ ജോലിയൊന്നും അന്വേഷിക്കാൻ പോകണ്ട, എനിക്ക് സമാധാനമായി, നീ കാരണമാണല്ലോ ഞാൻ ഇത്രയും അപമാനപ്പെട്ട് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മുടെ രേവതിനെ കുറ്റം വെക്കുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നു. ഏതായാലും നേരം പരപരാ വെളുത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ രേവതിയോട് പറയാണ്, അതേ മോളെ നീ സച്ചിനെ പോയി വിളിച്ചോണ്ട് വാ, ഒരു കാര്യമുണ്ട്, നീ പോയി വിളിച്ചോണ്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു താലവും തട്ടൊക്കെ എടുത്തോണെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ രേവതി അതെന്തിനാച്ചാ, അതൊക്കെ ഉണ്ട്, നീ സച്ചിനെ പോയി വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി വരികയാണ്. അപ്പം അച്ഛൻ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു രേവതി. അങ്ങനെ നമ്മുടെ സച്ചി ഇറങ്ങി വന്നു. അതിനിടയിൽ ചന്ദ്രനെ വിളിച്ചു, ശ്രുതിനെ ഒക്കെ വിളിച്ചിട്ട് വാ എല്ലാരും ഇറങ്ങി വാ, വെളിയിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ചു നമ്മുടെ രവീന്ദ്രൻ. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഒരു കാറുമായിട്ട് നമ്മുടെ മഹേഷിനെ കണ്ടത്. സച്ചു ഓടിച്ചെന്നിട്ട് എടാ നീ എന്താടാ ഈ കാറുമായിട്ട് ഇവിടെയെന്ന് ചോദിച്ചപ്പം പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ഇത് എന്റെ കാറാണല്ലോ, എന്താടാ നീ ഈ കാറായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്, ഇത് ഞാൻ കൊടുത്ത കാറല്ലേ, ഇത് എന്റെ കാറല്ലേ എന്ന് പറഞ്ഞ ആ കാറിനെയൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കിയപ്പോഴത്തേക്കും അതെ ഇത് നിന്റെ കാറ് തന്നെയാന്ന് പറഞ്ഞു മഹേഷ്. അതിപ്പം പറയാൻ പറ്റത്തില്ലല്ലോടാ, ഇത് ഞാൻ വിറ്റതല്ല, ഇത് ഞാൻ ഉപേക്ഷിച്ചതല്ല, ഇത് ഞാൻ വിറ്റു, അതൊക്കെ മറന്നു, അതുകൊണ്ട് ഇത് എന്റെ കാറൊന്നും അല്ലല്ലോ. അല്ല നിനക്ക് എവിടെന്നെങ്കിലും ഓട്ടം കിട്ടിയോ, അതുകൊണ്ടാണ് ഈ കാറുമായിട്ട് വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നീ നിന്റെ അച്ഛനോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, മോനെ സച്ചി ഇതിനിയെ നിന്റെ കാറ് തന്നെയാ. ഷോ അച്ഛാ അതെങ്ങനെയാകും, ഞാൻ വിറ്റ കാർ എങ്ങനെയാ എന്റെ ആവുന്നത്? ഇനി ഇത് നിന്റെ കാറ് തന്നെയാന്ന്, ഞാന് ഈ കാറങ്ങ് മേടിച്ചു, ഇനി എന്റെ മോന് ഈ കാറിലിരുന്ന് ഡ്രൈവ് ചെയ്ത് നടക്കുന്നത് എനിക്ക് കാണണം. ഇനി മോൻ തൂക്കാനോ തുടയ്ക്കാനോ ഒന്നും പോകണ്ട, മോന്റെ സ്വന്തം കാറില്, വാടകയ്ക്ക് പോലും അല്ല സ്വന്തം കാറില് മോന് ഇനി ജോലി ചെയ്യണം. അതാ ഈ അച്ഛനും കാണേണ്ടത്. അതുമല്ല നിന്റെ അച്ഛമ്മ മേടിച്ചു തന്ന കാറല്ലേടാ ഇത്, അതൊക്കെ നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇത് മോൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കാറോ, എന്റെ ഈശ്വര ഇവനെന്തിനാ അച്ഛനും കാറ് മേടിച്ചു കൊടുത്തത്, അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അയ്യോ അച്ഛൻ കാറ് മേടിച്ചത്, അമ്മേ നോക്കമ്മേ കണ്ടില്ലേ അമ്മേ അവന് കാറ് മേടിച്ചു കൊടുത്തത്, അയ്യോ ഈ അച്ഛൻ എവിടെ നിന്ന് ഇത്രയും പൈസ ഇരുന്നിട്ടാണോ പൂത്തി വെച്ചോണ്ടിരുന്നതെന്നൊക്കെ ചോദിച്ചപ്പം അത് പിന്നെ പ്രമാണം പണയം വെച്ചതാണെന്ന് ചന്ദ്ര പറഞ്ഞു. പ്രമാണം പണയം വെച്ചതോ, അതപ്പൊ അമ്മ അറിഞ്ഞോ? എന്നോട് ചോദിച്ചായിരുന്നു. അപ്പൊ അമ്മ സമ്മതിച്ചോ? പിന്നെ സമ്മതിക്കാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു, അല്ലച്ച അച്ഛൻ എവിടെന്നാ ചോദിക്കുക, അല്ലച്ച അച്ഛൻ എവിടുന്ന് ഇത്രയും പൈസ? അത് പിന്നെ മോളെ ഞാൻ പ്രമാണം കൊണ്ടുപോയി പണയം വെച്ചിട്ട് ഈ പൈസ എടുത്തെന്ന് വെച്ചപ്പോ അതെങ്ങനെ ശരിയാകുന്ന അച്ഛാ, പ്രമാണം പണയം വെക്കാന്ന് പറഞ്ഞാൽ അത് എത്ര കഷ്ടപ്പെട്ടാ ഞാൻ എടുത്തതെന്ന് അറിയാമോ?
അത് എടുത്തത് മോളാണെങ്കിലും അത് മോളുടെ ആവശ്യത്തിനും മോളുടെ അമ്മായിയമ്മയുടെ ആവശ്യത്തിലൊക്കെയാണല്ലോ കൊണ്ട് പണയം വെച്ചത്. അപ്പൊ മോള് തന്നെ എടുക്കണം. ഇനിയിപ്പൊ ഇത് പണയം വെച്ചിട്ടാണെങ്കിൽ അത് സച്ചി എടുക്കുന്നു പറഞ്ഞു. സച്ചി ആണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല കരച്ചില്. ഓടി ചെന്നിട്ട് രവീന്ദ്രനെ കെട്ടിപ്പിടിച്ചിട്ട് അച്ഛ വേണ്ടായിരുന്നു അച്ഛ, ഈ ഒരു സമയത്ത് എന്തിനാ അച്ഛാന്ന് ചോദിച്ച. മോനെ, മോന്റെ സന്തോഷം എനിക്ക് വലുത്. അതുമല്ല, ഒരിക്കലും മോൻ വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് ഈ അച്ഛന് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ചന്ദ്ര ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു വേണ്ടായിരുന്നു, എന്നാലും അച്ഛൻ ഈ പൈസ ഇല്ലാത്ത ഒരു സമയത്ത് പ്രമാണം കൊണ്ട് പണയം വെച്ചിട്ട് എടുക്കാന്നൊക്കെ പറഞ്ഞാല് അതൊന്നും സാരമില്ല മോളെ, നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്ന എനിക്ക് കാണണ്ടേ. നീ ഒരു കാര്യം ഓർത്തോടാ, രേവതി കാരണം ഇതൊക്കെ നിനക്ക് കിട്ടിയതെന്ന്. അപ്പം ചന്ദ്ര പറഞ്ഞു അതെ 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 അതെ, രേവതി കാരണം കിട്ടും. അമ്പാ ഇച്ചി പുളുസും. ഇത് ഞാൻ കാരണമല്ലേ, ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത് പ്രമാണം കൊണ്ട് പണയം വെച്ചോളാന്. അതെ ചന്ദ്രേ, ഞാൻ നിന്നോട് സമ്മതം ചോദിച്ചു, വെച്ചോട്ടെ എന്നൊക്കെ ഒന്ന് ചോദിച്ചു. അപ്പൊ നീ സമ്മതിക്കില്ലായിരുന്നെങ്കിലും ഇത് ഞാൻ കൊണ്ടുവച്ചേനെ. പിന്നെ നിന്റെ മനസ്സിലിരിപ്പ് എനിക്കൊന്ന് അറിയണമല്ലോ. പിന്നെ ഇവക്കെ സ്വർണം വേണമെന്ന് പറഞ്ഞു, അതങ്ങോട്ട് പണം എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് പുള്ളിക്കാരി സമ്മതിച്ചത്. അല്ലാതെ നീ കൂടുതൽ ന്യായീകരിക്കൊന്നും വേണ്ടാട്ടോ ചന്ദ്ര എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു അച്ഛാ, അത് പിന്നെ അച്ഛൻ ഇങ്ങനെ മോള് വിഷമിക്കൊന്നും വേണ്ട. അച്ഛനല്ല ഇതിന്റെ കടം വീട്ടാൻ പോകുന്നത്, മോളുടെ ഭർത്താവ് തന്നെയാ. ഇത്രയും നാളായി, ഇത്ര വർഷങ്ങളായില്ലേ ഈ വീട്ടിൽ കിടന്ന് എന്റെ മോൻ കഷ്ടപ്പെടുന്നു. എന്റെ മോന്റെ ചോര നീരാക്കി പണിത പൈസ വെച്ചാ സത്യം പറഞ്ഞാലേ ഈ നിൽക്കുന്ന ഈ സുധിയുടെ തണ്ടും തന്റെ ഇടവും ഒക്കെ ആയത്. അതുപോലെ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും. എന്റെ മോൻ കുഞ്ഞിലെ മുതൽ ജോലിക്ക് ഇറങ്ങിയതല്ലേ, അപ്പൊ അവന് ഒരു സമാധാനം വേണ്ടേ? അവൻ എങ്ങനെയാ എല്ലാവരുടെയും അപമാനം കേട്ട് എന്റെ മോൻ പ്രത്യേകിച്ച് എനിക്കത് സഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ എന്ത് ചെയ്തു, ആ താക്കോല് രേവതിയുടെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തിട്ട് ഇത് നിന്റെ കൈ കൊണ്ട് വേണം നീ കൊടുക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി ആ താക്കോല് മേടിച്ചു. അപ്പോഴത്തേക്കും പ്രത്യേകിച്ച് പറഞ്ഞു കേട്ടോ, രവീന്ദ്രൻ പറഞ്ഞു ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് രേവതിക്കുള്ളതാ. രേവതി കാരണമാണല്ലോ ഇതൊക്കെ ഇവിടെ അറിഞ്ഞത്. അപ്പൊ രേവതിക്ക് തന്നെ ഇതിന്റെ ക്രെഡിറ്റ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ പിന്നെ രേവതി കോവതി ഇങ്ങോട്ട് വാ മോളെ നമുക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ വിളിച്ചോണ്ട് അകത്ത് കയറി പോയിട്ടോ. ഏതായാലും സച്ചി ആ വണ്ടിയിൽ കയറി ഇരുന്നു, ആ താക്കോലെടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഒരുപാട് സന്തോഷമാകാണ് കേട്ടോ നമ്മുടെ സച്ചിക്ക്. സച്ചി സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. അപ്പൊ അങ്ങനെ നമ്മുടെ രേവതിക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു നേർച്ചയൊക്കെ നടത്തുകയാണ്. കാരണം നമ്മുടെ രേവതിയുടെ നേർച്ച എന്ന് പറയുന്നത് ഒരു അമ്പലത്തിൽ പോയേക്കാം, ഏതോ ഒരു അമ്പലത്തിൽ അങ്ങാണ്ട് പോയേക്കാം. അവിടെ ഒരു ചെറിയ നേർച്ച എന്ന് പറയുന്നത് നമ്മുടെ രേവതിനെ എടുത്തോണ്ട് കയറണം കേട്ടോ. അവിടെ അങ്ങനെയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ്, അങ്ങനെ ഒരു നേർച്ച നേർന്നതല്ല, അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അങ്ങനെ എല്ലാവരും എടുത്തോണ്ട് കയറുന്നത് കാണുന്നത്. തന്റെ ഭർത്താവിന് തന്നോട് എന്തോരം സ്നേഹം ഉണ്ടെന്ന് അറിയാം. ഒരു മലയുടെ കുന്നുവരെ എടുത്തോണ്ട് കയറി ഉണ്ടെങ്കിൽ അത്രയും സ്നേഹം കൂടുതലാണ്. അത് തിരിച്ചിറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതേപടി ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ജീവിതകാലം മുഴുവനും ഇനി 7 ജന്മാന്തരങ്ങൾ വരെ ഒരുമിച്ച് ജീവിക്കുന്നവരാവും എന്നൊക്കെ പറഞ്ഞൊരു ചെറിയൊരു വിശ്വാസമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ സച്ചി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ രേവതിനെ ഇപ്പോൾ പഴയ പോലെ തന്നെ ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രേവതിയുടെ ഭാഗത്ത് തെറ്റില്ല എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇതിനിടയിൽ പിന്നെ കാണിക്കുന്ന കുറച്ച് സീനുകൾ എന്ന് പറഞ്ഞാല്, ഇനിയിപ്പൊ ചന്ദ്രയ്ക്ക് എങ്ങനെയെങ്കിലും വർഷേനെയും നമ്മുടെ ശ്രീകാന്തിനെയും തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ അതിനുവേണ്ടി രവീന്ദ്രന്റെ കാല് പിടിക്കുകയാണ്. അങ്ങനെ സച്ചിയോട് പറഞ്ഞ് സമ്മതിപ്പിച്ചാലേ രവീന്ദ്രനും സമ്മതിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ രേവതി പറയുന്നുണ്ട്, രവീന്ദ്രനോടും സച്ചിയോടും പറയുന്നുണ്ട്, ഒരിക്കലും നമ്മൾ എന്തിനാ തടസ്സം നിൽക്കുന്നത് ശരിയല്ല, നമുക്ക് തടസ്സം നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടുത്തെ ഒരു മകൻ തന്നെയാണ് ശ്രീകാന്തും. അതുപോലെ തന്നെ ശ്രീകാന്ത് വിവാഹം കഴിച്ച പെണ്ണിന് നമുക്ക് ആ ഒരു പരിഗണന കൊടുക്കണം. എല്ലായിടത്തും സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ ഇത്. പിന്നെ എന്താ അച്ഛാന്നൊക്കെ ചോദിച്ച് നമ്മുടെ രേവതിയാണ് സത്യം പറഞ്ഞിട്ടുണ്ട് പെർമിഷൻ മേടിക്കുകയും സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിനിടയിൽ വേറൊരു സൂപ്പർ സീനുണ്ട്. നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരി മീരയും കൂടി ചേർന്ന് മറ്റേ പിയനെ നവീനെ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ നവീൻ ഇടയ്ക്ക് ഇങ്ങനെ എല്ലാ മാസവും പൈസ ചോദിച്ച് ആവശ്യപ്പെട്ട് ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കുകയാണ്. തീരുന്നതനുസരിച്ച് നമ്മുടെ ശ്രുതി പൈസ കൊടുക്കണം. അപ്പൊ ആ കാണാൻ പോകുന്ന പോക്ക് വേറെ എങ്ങോട്ടേക്കും അല്ല, പാർക്കിലേക്കാണ്. നമ്മുടെ ശ്രുതിയും അതുപോലെ ശ്രുതിയുടെ കൂട്ടുകാരനും എന്നും പോയിരിക്കുന്ന പാർക്കിലേക്ക്. ഇവരങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും നമ്മുടെ ശ്രുതിനെ കാണുന്നുണ്ട്. പക്ഷെ ശ്രുതി കാണുന്നില്ല. അവിടെ തലനാടിരക്കാണ് രക്ഷപ്പെടുന്നത് നമ്മുടെ ശ്രുതി. അവിടെ വെച്ച് ആ ഒരു നവീനെ കാണുകയും നവീൻ വീണ്ടും പൈസ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.
അപ്പൊ ഇതിനിടയിൽ വേറൊരു വൺ ട്വിസ്റ്റ് നടക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ സച്ചി കണ്ടുപിടിക്കുന്നുണ്ട് സുധീനെ സച്ചി കൈയോടുകൂടി പൊക്കി സുധിയുടെ വീഡിയോ വരെ. അവിടെ ഒരു ദിവസം നമ്മുടെ സുധി കാണിച്ചു കൂട്ടുന്ന കാട്ടായങ്ങൾ എന്തൊക്കെയാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ബഹുരസമാണ്. രാവിലെ ചെല്ലുന്നു, ഫുഡ് കഴിക്കുന്നു, അവിടെ ഈ പിള്ളേരുടെ സാധനങ്ങളിലൊക്കെ കയറി കളിക്കുന്നു. അതിനിടയിൽ അവര് വേറെന്തോ ചെസ്സോ ഈ പാമ്പും കോണി അങ്ങനെയുള്ള സംഭവം, ചെസ്സല്ല കേട്ടോ, പാമ്പും കോണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂട്ടുകാരും ഒത്ത് കഴിക്കുന്നു. ഉച്ചയ്ക്ക് വീണ്ടും ചോറ് കഴിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ സച്ചി അവിടെ ചെല്ലുമ്പോ പെട്ടെന്ന് കാണുകയാണ്. നമ്മുടെ സച്ചി ഒരു ഓട്ടത്തിന് പോകുന്ന കേട്ടോ പാർക്കില്. അപ്പോഴാണ് സച്ചി കാണുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് രംഗങ്ങളും കൂടെ വരുന്നുണ്ട്. ഇനിയിപ്പൊ അടുത്ത ആഴ്ച ആ ഒരു സീനൊക്കെ കാണുമോന്ന് അറിയില്ല. ഏതായാലും കൈയോടുകൂടി നമ്മുടെ സുധീനെ പൊക്കാൻ പോവുകയാണ്. ജോലിയും വേലയും ഇല്ലാത്തത് സത്യം പറഞ്ഞ ആർക്കാ? നമ്മുടെ സുധിക്കാണ്. അപ്പൊ അതും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോ അടുത്ത ആഴ്ച കാണിക്കുമെന്ന് അറിയില്ല. ഏതായാലും ഇതിന്റെ ബാലൻസ് ആണ് അതൊക്കെ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് അടുത്ത ആഴ്ച വരാൻ പോകുന്നത്. അപ്പൊ ആരും മിസ് ചെയ്ത് കളയരുത് കേട്ടോ. അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ്. നമ്മൾ ആഗ്രഹിച്ച കുറെ സീനുകളൊക്കെ ഉണ്ട്. രേവതിയുടെയും സച്ചിയുടെയും റൊമാൻസ് സീനുകളൊക്കെ ഉണ്ട്. അപ്പൊ ഒന്നും മിസ് ചെയ്ത് കളയാതെ ഇരിക്കുക. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് അടുത്ത ആഴ്ചയിൽ അത് 1 വീക്ക് പ്രമോയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ നാളെ വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഭാഗങ്ങളൊക്കെ ആയിരിക്കാം കാണിക്കുന്നത്. ആദ്യം പറഞ്ഞ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിരിക്കാം കാണിക്കുന്നത്. നാളെ വിശേഷം ഉണ്ടോന്ന് അറിയില്ല. കഴിഞ്ഞ 2 ഞായറാഴ്ച നമുക്ക് വിശേഷം കിട്ടിയിരുന്നില്ല. പിന്നെ തിങ്കളാഴ്ച ആയിരുന്നു നമുക്ക് വിശേഷം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കൺഫേം അല്ല. നാളെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആദ്യ ഭാഗങ്ങളൊക്കെ തന്നെയാണ് നാളെ കാണിക്കാനും പോകുന്നത്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കരുത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ പുതിയ ചാനലായ റിയൽ സ്റ്റോറിക്കകത്ത് നമ്മുടെ നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷങ്ങൾ നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. റിയൽ സ്റ്റോറി, പിന്നെ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയുടെ പേരും കൂടെ അതിന്റെ കൂടെ ഒന്ന് അടിച്ചിട്ട് വേണം നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാൻ. റിയൽ സ്റ്റോറി, പിന്നെ നമ്മുടെ കഥയുടെ പേരും കൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നോക്കുകയാണെങ്കിൽ ആ ചാനലിലേക്ക് നിങ്ങൾക്ക് പോകാം. നിങ്ങൾ കാണുന്നവരാണെങ്കിൽ, കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.